ഒരു മരയാശാരി, ഒരു തച്ചൻ്റെ വാക്കുകളിൽ വാതിലുകളും ജനാലകളും കിളിവാതിലുകളും വീടിൻ്റെ വർണ്ണനകളുമൊക്കെ കടന്നു വരിക സ്വാഭാവികമാണ്. യേശുനാഥൻ വീടിനെക്കുറിച്ച് പറയുന്നു. വീട് അടിസ്ഥാനത്തിൻ്റെ പാറ എന്നൊരു ഭാവത്തെ ആസ്പദമാക്കിക്കൊണ്ട് വീടിനെക്കുറിച്ച് പറയുന്നു. ഒരു നോമ്പുകാലമാണ്. നമുക്ക് നമ്മുടെ വീടിനെക്കുറിച്ച് തന്നെ ധ്യാനിക്കാം. നോമ്പ് ചില ഉപേക്ഷിക്കലുകൾ മാത്രമല്ല, ചില സ്വീകരിക്കലുകൾ കൂടെയാണല്ലോ. നമ്മുടെ വീട്, രാത്രി നമ്മുടെ വിഷയം ഇതാണ്. പാറമേലടിസ്ഥാനമിട്ട വീട്. 3 വീടുകൾ, വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് 3 വീടുകൾ നമ്മുടെ ഈ കാലഘട്ടത്തോട് ബന്ധപ്പെടുത്തി സന്ദേശം തരുന്ന 3 വീടുകളെക്കുറിച്ച് പറയാനാണ് ഈ ഉള്ളവൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വീടുകളെക്കുറിച്ച് മലയാളത്തിലെ അടുത്ത കാലത്ത് ശ്രദ്ധേയനായ കവി പവിത്രൻ തീക്കുനി ഒരു കവിത എഴുതിയിട്ടുണ്ട്. വികസനം എന്നൊരു ഗദ്യ കവിതയാണ്. അതിന് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: വീടുയരും മുൻപേ മതിലുയരുന്നു. നമ്മുടെ നാട്ടിലെ വർത്തമാനകാലത്തിലെ വീടുകളെക്കുറിച്ചാണ്. വീടുയരും മുൻപേ മതിലുയരുന്നു, വീട്ടുകാരനെ കാണും മുൻപേ പട്ടി കുരച്ചു ചാടുന്നു, പെണ്ണു ചോദിക്കും മുൻപേ ഭൂമിയുടെ വിസ്തീർണം തിരക്കുന്നു, മാസശമ്പളത്തിൻ്റെ അക്കങ്ങൾ എത്രയെന്ന് തിരക്കുന്നു. നാം ഇങ്ങനെ വികസിച്ചാൽ നാളെ നാടെന്താവും, വീടെന്താവും. ഇതാണ് ചെറിയ കവിത. ആക്ഷേപഹാസ്യത്തിൻ്റെ കൂരമ്പുകൾ അതിലൊളിപ്പിച്ചു വച്ചിട്ടുണ്ട്. വീടുയരും മുൻപേ മതിലുയരുന്നു. നമുക്കറിയാം, കേരളത്തെ ഞെടുക്കിയ 4-5 പേരുടെ മരണങ്ങൾ ഇല്ലേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത്. ഉയരമുള്ള മതിലുകൾ, അടച്ചുറപ്പുള്ള വീടുകളുടെ പുറത്ത് അഴിച്ചുവിട്ട പട്ടികൾ, വെന്തുമരിച്ച 4-5 പേർ. വീടുയരും മുൻപേ മതിലുയരുന്നു, വീട്ടുകാരനെ കാണും മുൻപേ പട്ടി കുരച്ചു ചാടുന്നു, പെണ്ണു ചോദിക്കും മുൻപേ ഭൂമിയുടെ വിസ്തീർണം തിരക്കുന്നു, ബന്ധങ്ങളെക്കാൾ കരിയർ വലുതാണെന്ന ചിന്ത, മാസശമ്പളത്തിൻ്റെ അക്കങ്ങൾ എത്രയെന്ന് തിരക്കുന്നു. നാം ഇങ്ങനെ വികസിച്ചാൽ നാളെ നമ്മുടെ നാടെന്താവും, വീടെന്താവും. പവിത്രൻ തീക്കുനിയുടെ ചെറുകവിത നമ്മെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. യേശു കർത്താവ് നമ്മോട് പറയുന്നു വീടുകൾ എങ്ങനെയാവണം. പാറമേൽ അടിസ്ഥാനമിട്ട വീടിനെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒത്തിരി വീടുകൾ നമുക്ക് മുൻപിൽ വെട്ടം തരുന്നതാണ്. 3 വീടുകൾ എൻ്റെ ശ്രോതാക്കളോട്, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പങ്കുവയ്ക്കാൻ പരിശുദ്ധ നോമ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വീടിനെക്കുറിച്ച് ചില വെട്ടമുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്നാമത്തെ വീട് ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായമാണ്. സ്നേഹം തണുത്തു പോകാത്ത വീട്. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം, സ്നേഹം തണുത്തു പോകാത്ത വീട്. എൽക്കാനയുടെയും ഹന്നയുടെയും വീട്. ഒരുപാട് പ്രതികൂലതകളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം. കല്യാണം കഴിച്ചിട്ട് ഏറെ നാളുകളായി, ഗൈനക്കോളജിസ്റ്റുകളുടെ മുറികളുടെ മുൻപിൽ കാത്തു നിൽക്കാനും തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. എന്നിട്ടും ഹന്നയെ കടാക്ഷിക്കാത്ത സ്വർഗത്തിലെ ദൈവം. നിരാശയുടെ കാർമേഘം ജീവിതത്തിൻ്റെ മീതയെ മൂടിയ നാളുകൾ, വേദനയുടെ കരിനിഴലുകൾ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന നാളുകൾ. കല്യാണം കഴിച്ചിട്ട് ദശാബ്ദങ്ങൾ കഴിയുമ്പോൾ ഒരു പ്രഭാതത്തിൽ, ഒരു നിമിഷം നാം ആ വീട്ടിൽ നിന്ന് കാതോർത്താൽ കേൾക്കാം ഒരു ഡയലോഗ്, ഒരു വർത്തമാനം. നമ്മുടെ എൽഖാന അച്ചായൻ എവിടെയോ പോകാൻ വേണ്ടി ഇറങ്ങി വരുന്നു. നമ്മുടെ ഹന്ന ആ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ താടിക്ക് കൈയും കൊടുത്ത് കരഞ്ഞുകൊണ്ട്, മിഴികൾ സജലങ്ങളാണ്, ചോദിക്കുന്നു, എന്തേ പ്രിയേ കരയുന്നത്? എൻ്റെ ചായ, ഒരു കൊച്ചിന് ദൈവം തന്നില്ലല്ലോ. ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന ഈ ഭൂമി മലയാളത്തിലെ ആണുങ്ങൾ ചിന്തിക്കൂ, നിങ്ങളൊരു വഴിക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യ, നമ്മുടെ ഭാര്യ, പോണ വഴിയിൽ സങ്കടപ്പെട്ട് അല്പം വിഷാദ ഛായയിൽ നിന്നാൽ എന്താകും മറുപടി?
ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ. അതെ, പക്ഷേ എൽക്കാന അങ്ങനെയായിരുന്നില്ല. വേദപുസ്തകത്തിലെ കുടുംബജീവിതത്തിൻ്റെ പ്രണയം, റൊമാൻറ്റിക് ഫീൽ ഇങ്ങനെ പൂത്തുവിരിയുന്നവരവിടെ കാണാം. അവരുടെ തോളിൽ മെല്ലെ തട്ടിയിട്ട്, എന്തിനടി നമുക്ക് പിള്ളേര്, ഞാൻ നിനക്ക് 10 പുത്രന്മാരേക്കാൾ നല്ലതല്ലേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബജീവിതം നയിക്കുന്ന ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അത് പ്രണയത്തിലോ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിലോ ഒക്കെ പറയുമായിരിക്കാം. വിവാഹം കഴിഞ്ഞ് ദശാബ്ദങ്ങളൊക്കെ പിന്നിടുമ്പോൾ ആ ജീവിതത്തിൽ തന്നെ സ്ട്രെയിനും സ്ട്രെസ്സും, വിരുന്നുകാർ വീട്ടുകാരായി കൂടുകെട്ടി താമസിക്കുന്ന നാളുകളിൽ ഭാര്യയെ ചേർത്ത് നിർത്തി, എന്തിന് നമുക്ക് മക്കൾ, ഞാൻ നിനക്ക് 10 പുത്രന്മാരേക്കാൾ നല്ലതല്ലേ എന്ന് ചോദിക്കുന്ന, ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ വീട് കൂടെ നിൽക്കുന്ന എത്ര വീടുകളുണ്ട്. പലപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ വീടിൻ്റെ ചുവരുകൾ നിങ്ങളുടെ വീടിൻ്റെ ചുവരുകളല്ല, അത് സെമിത്തേരിയുടെ ചുവരുകളാണ്. കാരണം പല വീടുകൾക്കകവും ഇന്ന് തറയിൽ പാകിയിരിക്കുന്ന ഗ്രാനൈറ്റ് പാളികളേക്കാൾ തണുത്ത സെമിത്തേരിയുടെ മരവിപ്പുണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഒരുപാട് വീടുകളുടെ ചുവരുകൾ, എൻ്റെ സുഹൃത്തെ, അത് താങ്കളുടെ വീടിൻ്റെ ചുവരുകളല്ല, അത് സെമിത്തേരിയുടെ ചുവരുകളാണ്. തണുത്തുപോയ ജീവിതങ്ങൾ, സ്നേഹം തണുത്തു പോകാത്ത, കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഊഹം എനിക്കറിയാൻ പാടില്ല, 10, 30, 40 വർഷം കഴിഞ്ഞിട്ട് എൽക്കാന ഹന്നയോട് പറയുന്നു, എന്തിനാണ് മക്കൾ, ഞാൻ നിനക്ക് 10 മക്കളേക്കാൾ. സ്നേഹം തണുത്തു പോകാത്ത വീട്. നമ്മുടെ വീടുകളിൽ സ്നേഹം തണുത്തു പോയിരിക്കുന്നു. നോമ്പൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ സ്നേഹം തണുത്തു പോയിരിക്കുന്നു. വീടുകൾ, ഇന്നത്തെ വീടുകളെ നിലനിർത്തുന്നൊരു സ്നേഹമല്ല, ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ചോദിക്കാൻ മറുപടി കിട്ടില്ല എന്നറിയാം. കാരണം സാങ്കേതിക വിദ്യയുടെ സാധ്യതയും തടസ്സവും ഒരേ സമയമുണ്ട്. സ്നേഹം എന്നുള്ളതിൻ്റെ വിപരീത പദമാണോ പര്യായ പദമാണോ ഇഷ്ടം? അപ്പോൾ എന്നെ കേൾക്കുന്നവർ ആലോചിക്കാതെ മറുപടി പറയും, അത് പര്യായ പദമാണോ? സ്നേഹത്തിൻ്റെ പര്യായ പദമാണ് ഇഷ്ടം. അല്ല, മലയാളം വ്യാകരണത്തിൽ സ്നേഹത്തിൻ്റെ പര്യായ പദമാണ് ഇഷ്ടം വേണമെങ്കിൽ. പക്ഷേ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ വിപരീത പദമാണ് ഇഷ്ടം. ഉദാഹരണമായി പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം തുടങ്ങിയിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും ഉണ്ട്, നല്ല സ്നേഹത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ, ആ കപ്പിൾസിൽ ഒരാളിലേക്ക് ആ വീടിന് പുറത്തു നിന്ന് പുതിയൊരിഷ്ടം വന്നു ചേരുന്നു. ഇനി നിങ്ങൾ പറയൂ, സ്നേഹത്തിൻ്റെ വിപരീത പദമാണോ പര്യായ പദമാണോ ഇഷ്ടം? ഇപ്പോൾ പറയും, സ്നേഹത്തിൻ്റെ വിപരീത പദമാണ് ഇഷ്ടം. ശ്രീബുദ്ധൻ്റെതായ ഒരു കവിതയുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ് യു. ബുദ്ധൻ്റെതായിട്ടാണ് അറിയപ്പെടുക. എന്താണ് ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ് യു? അതിന് ഇങ്ങനെയാണ് ബുദ്ധ ബ്യൂട്ടിഫുള്ളി ആൻസേർഡ്. ബുദ്ധൻ മനോഹരമായി മറുപടി പറഞ്ഞു, വെൻ യു ലൈക്ക് എ ഫ്ലവർ യു പ്ലക്ക്ഡ് ഇറ്റ്. നിങ്ങളൊരു പൂവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് പറിച്ചെടുക്കും. വെൻ യു ലവ് എ ഫ്ലവർ യു വാട്ടർ ഇറ്റ് ഡെയിലി. മനോഹരമായൊരു പ്രയോഗമാണല്ലോ അത്. യു വാട്ടർ ഇറ്റ് ഡെയിലി. നിങ്ങളതിന് എല്ലാ ദിവസവും വെള്ളം കോരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്ന്, നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് നമ്മൾ പൂ പറിക്കത്തില്ല, എത്ര ഇഷ്ടപ്പെട്ടാലും. പക്ഷെ ഒത്തു കിട്ടിയാൽ വല്ലവൻ്റെ മുറ്റത്ത് നിന്ന് നമ്മൾ പറിക്കുകയും ചെയ്യും. അതാണ് ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് പ്ലക്ക് ചെയ്യുന്ന, പറിച്ചെടുക്കുന്ന കാലമാണ്. പുതിയ ഇഷ്ടങ്ങൾ വന്നു ചേരുമ്പോൾ താലോലിക്കേണ്ട കരങ്ങൾ കുഞ്ഞുങ്ങളെ തച്ചുടച്ചിട്ട് പലതിൻ്റെയും പുറകെ പോകുകയാണ്. നാം കണ്ടുമുട്ടുന്ന, കേട്ട് പഴകുന്ന വാർത്തകളൊന്നും അത്ര സുഖം തരുന്നതല്ല. മലയാളിയുടെ ഗൃഹാന്തരീക്ഷത്തിലേക്ക്, വീടിന് പുറത്ത്, ഇന്ന് കേരളത്തിൽ 68% ഡിവോഴ്സിൻ്റെ കാരണം സ്മാർട്ട് ഫോണാണ്. അതെല്ലാം ലവ് അല്ല, ലൈക്കാണ്. പുതിയ ഇഷ്ടങ്ങളിലേക്ക് ചേക്കേറുന്ന ബാച്ചിലേഴ്സിൻ്റെ പ്രണയമല്ല, മധ്യവയസ്കരുടെ പ്രണയം. ബാച്ചിലേഴ്സിൻ്റെ പ്രണയം ഒരു പ്രശ്നമല്ലെന്നേ. അതവരുടെ പ്രായത്തിൻ്റെ ഹോർമോണൽ ബാലൻസിങ്ങോ ഇൻബാലൻസിങ്ങോ എന്തോ ആയിക്കൊള്ളട്ടെ, അതങ്ങനെയൊക്കെ പോവും. ഓപ്പോസിറ്റ് സെക്സിനോട് ഇഷ്ടം തോന്നുക ഒരു സ്വാഭാവികതയുടെ ഭാഗമാണ്.
അതിനെ ഭംഗിയായി കൈകാര്യം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് 35 കഴിഞ്ഞവരുടെ പ്രണയം മലയാളിയുടെ ഗൃഹാന്തരീക്ഷത്തിൽ കൂടിയിരിക്കുന്നു. എന്താണ്? സ്നേഹം ആണോ ഇഷ്ടമാണോ എന്ന് തിരിച്ചറിയാൻ. സ്നേഹം ഈ ഹന്നായുടെ ജീവിതത്തിൻ്റെ സകല സങ്കടങ്ങളെയും വിമോചിപ്പിക്കുന്ന സ്നേഹമാണ്. ഫ്രണ്ട് എന്നുള്ള പദം ഉണ്ടാകുന്നത് ഞാൻ വായിച്ചിട്ടുള്ളത് ഫ്രിയോൺ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. കമ്പാനിയൻ, ഖുംപശീരേ, ഒരുമിച്ച് അപ്പം പങ്കിടുന്നവർ എന്നൊരർത്ഥമുണ്ട്. കമ്പാനിയൻ, ഫ്രിയോൺ, വിമോചിപ്പിക്കുന്നവരെന്നാണ് അർത്ഥം. ഖുംപശീരേ. സഹോദരങ്ങളെ, അവസാനത്തോളം തണുത്തു പോകാത്ത സ്നേഹത്തെ കാണണമെങ്കിൽ നിങ്ങൾ ആ പന്തലടിച്ചിട്ടില്ല കാനാവിലെ വീട്ടിലേക്കൊന്ന് പാളി നോക്കൂ. അവസാനത്തെ പന്തിയിലും നുരഞ്ഞു പൊന്തുന്ന സ്നേഹത്തിൻ്റെ ചഷകം വിളമ്പി മടുക്കുന്ന വീട്ടുകാർ. അവസാനത്തെ പന്തിയിലും വിളമ്പോ? എന്നെ കേൾക്കുന്ന 60 വയസ്സായ ഉണ്ടാകും. 68 കഴിഞ്ഞ് 70 കഴിഞ്ഞ ആൻറ്റിമാരുണ്ടാകും, അമ്മച്ചിമാരുണ്ടാകും. കാനാവിലെ അവസാനത്തെ പന്തി പോലെ വിളമ്പിയിട്ട് മടങ്ങിപ്പോകുമോ? സ്നേഹം തണുത്തു പോകാത്ത വീട്. അല്ലെങ്കിൽ തിബിരിയാസിൻ്റെ തീരത്ത് 5000 പേരാണ്, 50 പേർ വീതമല്ലേ ഇരിക്കുക. അപ്പം 100 പന്തിയുണ്ട്. അപ്പം 100ാമത്തെ പന്തിയിൽ ഇരുന്നവരും തൃപ്തരായി. എനിക്കറിയാം അത് ഒരിക്കലും ഓർത്തഡോക്സുകാരല്ല. ഓർത്തഡോക്സുകാരാണെങ്കിൽ ആ 100ാം പന്തിയിൽ അടങ്ങി ഒതുക്കി ഇരിക്കത്തില്ല. നമുക്കറിയാമല്ലോ, 12:45 കല്യാണം കഴിയുമ്പോൾ ഷട്ടർ ഇളക്കാൻ നമ്മൾ വിടുന്ന പാരീഷ് ഹോളിൻ്റെ നാട്ടിലെ കാര്യമാണ്. അപ്പോൾ ഈ 100ാമത്തെ പന്തിയിലും കാത്തിരുന്ന് അവസാനത്തോളം തൃപ്തിപ്പെടുത്തുന്നൊരു തമ്പുരാനുണ്ട്. അതാണ് ദൈവം. ദൈവം എന്താണ്? ദൈവം എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തുകയാണ്? എങ്ങനെ തൃപ്തിപ്പെടുത്തുകയാണ്? അതിങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ്, നമ്മുടെ അവസാനത്തോളം നിറച്ചു തരുന്ന. അതാണ് ഭാരതീയ പാരമ്പര്യത്തിൽ ദൈവം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മം, വ്യാപനോ ഇതി ബ്രഹ്മം, വ്യാപിച്ചു നിൽക്കുന്നൊരെന്തോ, അതാണ് ബ്രഹ്മം. എത്രമാത്രം! അതാണ് ക്രൂശ് ഒരു ബ്രഹ്മമാണ്. വിരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം എക്സ്റ്റെൻഡഡ് ആകാമോ അതാണ് കുരിശ്. ആ കുരിശിനെ നോക്കിയിട്ട് നമുക്ക് ഈ നോമ്പിൽ പറയാം, വ്യാപനോ ഇതി ബ്രഹ്മം, വ്യാപിച്ചു നിൽക്കുന്നൊരെന്തോ, അതാണ് ബ്രഹ്മം. എത്രമാത്രം വികസിക്കുന്നത്. അതുകൊണ്ടാണ് വ്യാസൻ എഴുതിയത് വ്യാസിക്കുന്നത്, വ്യാസമുള്ളത്, അവസാനമില്ലാതെ വ്യാസമുള്ളത്. വേദവ്യാസൻ അതൊരു വ്യക്തിയുടെ പേരല്ല, ദൈവമാരാണ്. അവസാനത്തോളം നിറച്ചു വിളമ്പി തരുന്ന, അവസാനത്തെ പന്തിയിലും 100ാമത്തെ പന്തിയിലും ഇരുന്നവർക്കറിയാം ഇവിടെയും എത്തും, ഇവിടെയും ഒരു പിടിച്ചോറ് ഉണ്ടാകും. അവസാനത്തോളം നിറച്ചു വിളമ്പുക എന്നുള്ളതാണ്. നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ 5 അപ്പമാണ് കൊടുത്തത്. 100 പ്രാവശ്യം എണ്ണിക്കാണും. ഈ കൊച്ചി ഇറക്കാൻ എണ്ണിയത് കൂടാതെ അന്ത്രയോസ് എണ്ണിക്കാണും. അന്ത്രയോസിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ബാക്കി ശിഷ്യന്മാരൊക്കെ എണ്ണിക്കൊടുത്ത് കാണും. എണ്ണിക്കൊടുത്തു. മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്. എന്നാൽ അത് ശേഷിപ്പിക്കുമ്പോൾ ഇത്ര കുട്ട നിറച്ചെടുത്തു എന്നുള്ളതാണ്. എണ്ണിയല്ല തമ്പുരാൻ ശേഷിപ്പിച്ചത്. മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. അതാണ് ബ്രഹ്മം, അതാണ് കുരിശ്. ഇത്രത്തോളം വിരിച്ചു നിൽക്കുക, കൈ വിരിഞ്ഞ്. ഒരു മനുഷ്യൻ എത്രമാത്രം എക്സ്റ്റെൻഡഡ് ആകാം. അതാണ് ഈ നോമ്പിലെ കുരിശിനെ നോക്കിയിട്ട് വീടുകളെ നമുക്കൊന്ന് പരുവപ്പെടുത്താം. സ്നേഹം തണുത്തു പോകാതെ കനാവിലെ അവസാനത്തെ പന്തി പോലെ, തിബിരിയാസിൻ്റെ തീരത്തെ 100ാമത്തെ പന്തി പോലെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രായമുള്ള പിതാവ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ, ആ ഫ്ലാറ്റിലുണ്ടാകും. നിങ്ങളുടെ ഭാര്യ അടുത്തുണ്ടെങ്കിൽ ആ മുഖത്ത് നോക്കിയിട്ട് എൽക്കാനായെ പോലെ ഒരു ചന്തമുള്ള മൊഴി പറയുമോ? എന്നെ കേൾക്കുന്ന എത്രയോ ആൻറ്റിമാരോ അമ്മച്ചിമാരോ ഒക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് ഒരു അടുത്തുണ്ടാവും. ഇങ്ങനെ ബലം പിടിച്ചിരിക്കാതെ ആ മുഖത്ത് നോക്കിയിട്ട് പ്രകാശമുള്ള മധുരമുള്ളൊരു സ്നേഹത്തിൻ്റെ മൊഴി പറയുമോ? എന്തിനിങ്ങനെ നാണിക്കുന്നു? ഇതൊക്കെ തുറക്കപ്പെടാതെ മടങ്ങിപ്പോകാൻ ഇടയാകരുത്. സ്നേഹം ആദ്യകാലത്തൊക്കെ സ്നേഹിക്കാൻ 100 കാരണങ്ങളാണ്. നിൻ്റെ മീശ കണ്ടിട്ടാണ്, അല്ലേ, എൻ്റെ അച്ചായൻ്റെ മീശ കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്, മുടി കണ്ടിട്ടാണ്, ചന്തം കണ്ടിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യകാലത്ത് സ്നേഹിക്കാൻ 100 കാരണങ്ങൾ അന്വേഷിക്കുന്നവർ ഇപ്പോൾ സ്നേഹിക്കാതിരിക്കാൻ 100 കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? സ്നേഹിക്കാതിരിക്കാൻ 100 കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കാം. പ്രണയിക്കുന്ന കാലത്ത് ഏറ്റവും സുന്ദരി അവൾ തന്നെയാണ്, അല്ലെങ്കിൽ അയാൾ തന്നെയാണ്. പിന്നീട് കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളതെല്ലാം സുന്ദരിമാരാണ്. സഹോദരങ്ങളെ, ലോകത്തൊരാൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും
എന്നാൽ ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വെല്ലുവിളി ഒരാളെ സ്ഥിരമായി സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇന്ന് മലയാളി, നമ്മുടെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ബ്രേക്കപ്പ്. മലയാളത്തിൽ കുറച്ചുകൂടെ പച്ച മലയാളം പറഞ്ഞാൽ തേച്ചിട്ട് പോവുക എന്നൊക്കെ പറയും. ഡൽഹിയിലെ കുട്ടികളൊന്നും ആ വാക്ക് ഉപയോഗിക്കാൻ അധികം സാധ്യതയില്ല. ബ്രേക്കപ്പ് എന്ന് പറയുന്ന പദത്തെ എത്ര പോസിറ്റീവായിട്ടാണ് പുത്തൻ യുവത്വം എടുത്തിരിക്കുന്നത്. ബന്ധങ്ങളൊക്കെ വളരെ വിശാലമായി, വളരെ ഭംഗിയായി ബ്രേക്കപ്പ് ചെയ്ത് കളയാം. അതാണ് ലോകത്ത് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, സ്നേഹിക്കാൻ ഒരാൾ വേണമെന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഒരാളെ സ്ഥിരമായി സ്നേഹിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അത് പറ്റുന്നില്ല. മാത്തമാറ്റിക്സിൽ ഈ വേരിയബിളും ഉണ്ട്, കോൺസ്റ്റൻറ്റും ഉണ്ട്. ഈ കോൺസ്റ്റൻറ്റ് മാറാത്തതാണ്, വേരിയബിൾ മാറുന്നതാണ്. ഈ സ്നേഹമെന്ന് പറയുന്നത് ഇപ്പോൾ വേരിയബിളാണ്. പണ്ട് സ്നേഹത്തിൻ്റെ ആദ്യത്തെ നിർവചനം തന്നെ അത് കോൺസ്റ്റൻ്റ് എന്നുള്ളതായിരുന്നു. തണുത്തു പോകുന്ന സ്നേഹം, ആദാമിൻ്റെ സ്നേഹം കെട്ട് കഴിഞ്ഞപ്പോഴേ ആദാം പള്ളിയുടെ മുറ്റത്ത് വെച്ച് എന്താ പറഞ്ഞത്? പറുദീസായിൽ വെച്ച് പറഞ്ഞത്, ഇവളെൻ്റെ കണ്ണാണ്, കരളാണ്, ചന്തമുള്ള മാലാഖയാണ്, പൊന്നാണ്, തങ്കക്കുടമാണെന്നൊക്കെയാണ്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇവളാണ് എന്നെ നശിപ്പിച്ചതെന്നാണ്. എത്ര പെട്ടെന്നാണ് തണുത്തു പോയത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് വിവാഹ ശുശ്രൂഷയിൽ ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ ഇമോഷണൽ ലവ് സാക്രമെൻ്റൽ ലവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന നേരമാണ് ഈ 1 മണിക്കൂർ. ഇഷ്ടങ്ങളെ സാങ്കേതിക വിദ്യയുടെയും ജീവനില്ലാത്ത ഉപകരണങ്ങളിലൂടെയും കണ്ടെത്തിയിട്ട് വൈകാരികമായ സ്നേഹബന്ധങ്ങളെ കൊണ്ട് ഈ വഴി വന്നിട്ട് ഈ ചുവന്ന കയറ്റുവായിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വിവാഹ ശുശ്രൂഷയുടെ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു കൺവെർട്ടിങ് ടൈമായിട്ട് മാറുവാണ്. അത് ജീവിതം മുഴുവൻ എങ്ങനെ നിൽക്കണം? ഇമോഷണൽ ലവ് ബിക്കെയിം കൺവെർട്ടഡ് ഇൻ ടു സാക്രമെൻ്റൽ ലവ്. കൗദാശിക സ്നേഹമായി, വൈകാരിക സ്നേഹമായി. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം, സഭയോടുള്ള സ്നേഹം, അത് വൈകാരികമല്ല, കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും ഒക്കെ ഉണ്ടായിരുന്നു. നിനക്ക് കറയും ചുളിവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പഴകും തോറും വീര്യം കൂടുന്നൊരു വീഞ്ഞു പോലെ 100ാമത്തെ പന്തിയിലും നിറച്ചു വിളമ്പുന്ന സാക്രമെൻ്റൽ ലവിനെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ മാഗ്നാ കാർട്ട, സ്നേഹത്തിൻ്റെ 16 ലക്ഷണങ്ങൾ ഇങ്ങനെ അക്കമിട്ടൊരു കവിത പോലെ പൗലോസ് ഒരു കവിത എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മലയാളത്തിൽ അത് പൊയറ്റിക് ലാംഗ്വേജ് അല്ലെങ്കിലും എഴുതിയിട്ടുണ്ടെന്നേ. അത് കവിത തന്നെയല്ലാതെ പിന്നെ എന്താണ്? ലോകത്ത് ഇതുപോലൊരു ക്ലാസിക് കവിത ചരിത്രത്തിൽ എവിടെയാണ് ഇടം പിടിച്ചിട്ടുള്ളത്? മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്ത് ജീവിച്ചാലും വാനവരാജ്യത്തെ വാനൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ ഇതൊക്കെ ശൂന്യം. അത് കവിതയല്ലാതെ മറ്റെന്താണ്? ഞാൻ മാലാഖമാരുടെ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും 16 ലക്ഷണങ്ങൾ ഇങ്ങനെ ഇതൾ വിടർത്തി വായനക്കാരൻ്റെ ഭക്തൻ്റെ മനസ്സിലേക്ക് സ്നേഹത്തിൻ്റെ വീഞ്ഞായി പകരുന്നു 1 കൊരിന്ത്യർ 13-ാം അധ്യായം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി വാക്കുകളുണ്ടല്ലോ. സ്നേഹത്തിന് അല്ലേ ഒത്തിരി വാക്കുകളുണ്ട്. ലുഡോസ്, പ്രാഗ്മ, എറോസ്, ഫിലയോസ്, ടോർജ്, അഗാപ്പേ. തീർന്നു പോകാത്ത സ്നേഹം അഗാപ്പേ വേദപുസ്തകം പറയുന്നു. സ്നേഹത്തിന് ഒത്തിരി വാക്കുകളുണ്ട്. ഈ ഖുറാനിലും പറയുന്നുണ്ട് സ്നേഹത്തിന് ഒത്തിരി. റഹ്മത്ത്, മദ്ഗത്ത്, മൊഹബത്ത് തുടങ്ങിയ ഒത്തിരി പദങ്ങൾ. മൊഹബത്തൊക്കെ പ്രണയമാണ്, പക്ഷേ റഹ്മത്ത് വാത്സല്യമാണ്. അത് ഒരു കരുണയുടെ വാത്സല്യഭാവമാണ്. മദ്ഗത്ത് അത് അൺകണ്ടീഷണലാണ്. സ്നേഹത്തിൻ്റെ ഭാവങ്ങളെക്കുറിച്ചാണ് വേദങ്ങൾ പറയുക. യേശു ക്രിസ്തു സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ മിഴികൾക്കൊരു തിളക്കമുണ്ടായിരുന്നു, ആ മൊഴികൾക്കൊരു ഭംഗിയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മസ്തിഷ്കബന്ധിതമല്ല, അത് ഹൃദയബന്ധിതമാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് ചോദിച്ചു, മക്കളെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആദ്യം 2 തവണയും അദ്ദേഹം മറുപടി പറഞ്ഞത് ഫിലയോ, സഹോദര സ്നേഹത്തിൻ്റെ വാക്കാണെന്നാണ്. എല്ലാവരും സ്നേഹിക്കുന്ന പോലെ. 3ാമത് അഗാപ്പാവു, എല്ലാത്തിലുപരിയായി, അതുക്കും മേലെ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാത്തിനും മേലെ. പിന്നെ പത്രോസ് കുറേ നേരത്തേക്ക് മിണ്ടിയിട്ടുണ്ടാവില്ല, ഗദ്ഗതത്തിൽ ആ ഖണ്ഡം ഇടറിയിട്ടുണ്ടാവണം. അഗാപ്പാവു. പിന്നെ സുവിശേഷങ്ങൾ ഒന്നിനെക്കുറിച്ചും സംസാരിക്കുന്നില്ല. പിന്നെ സുവിശേഷങ്ങൾക്ക് തിരശ്ശീല വീണു. പിന്നെ എന്തിനൊരു 5ാം സുവിശേഷം?
പിന്നെ ഈ 4 സുവിശേഷങ്ങൾക്കപ്പുറത്ത് സ്നേഹത്തിൻ്റെ ആ മൂർധന്യം, സ്നേഹത്തിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ തൻ്റെ എഴുത്തുപേന താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനൊരു 5-ാം സുവിശേഷം? 5-ാം സുവിശേഷം താങ്കളുടെയും എൻ്റെയും വീട് തന്നെയാകണം. സ്നേഹത്തിൻ്റെ ആഘോഷം, സ്നേഹം തണുത്തു പോകാത്ത. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ സ്വസ്ഥത കൂട്ടാൻ മക്കളുടെ എണ്ണം നമ്മൾ കുറച്ചു. എന്നിട്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോട് ഞാൻ ചോദിക്കട്ടെ, സ്വസ്ഥത കൂടിയോ? ഈ പ്രപഞ്ചത്തിൽ 20 ലക്ഷം ദശലക്ഷം ജന്തുക്കളിൽ മനുഷ്യൻ മാത്രമാണ് കുട്ടികൾ ഉണ്ടാകരുത് എന്ന് കരുതി ഇണചേരുന്നത്. മനുഷ്യൻ്റെ സ്വാർത്ഥത, ജീവിതത്തിൻ്റെ സൗകര്യം, സ്വസ്ഥത കൂട്ടാൻ മക്കളുടെ എണ്ണം കുറച്ചു. എന്നിട്ട് എന്നെ കേൾക്കുന്നവരോട് ചോദിക്കുകയാണ്, സ്വസ്ഥത കൂടിയോ? വീടുകളൊക്കെ ഗുഹകളായി പോയില്ലേ? നമ്മുടെ പുതിയ വീടുകൾ, ഇവിടുത്തെ അന്തരീക്ഷം എനിക്ക് അത്രയും പരിചയമില്ല. നാട്ടിൽ ഗുഹകളാണ്, ഓരോ മുറിയും ഓരോ ഗുഹകളാണ്. മക്കളൊക്കെ ഗുഹാവാസികളാണ്. അവൻ്റെ സ്ക്രീനും അവൻ്റെ സ്ക്രീനിൻ്റെ നീല വെളിച്ചവും പാതിരാവിലും കെട്ടുപോകാത്തൊരു ചെറിയ നീല വെളിച്ചത്തിൻ്റെ തണലിൽ അവൻ കിനാവുകളിൽ മേഞ്ഞു നടക്കുന്ന പുതിയ രമണനും ഒക്കെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുറി ഒരു ഗുഹയാണ്. 2-ാം ക്ലാസ്സുകാരിയുടെ മുറിയിലേക്ക് മേ ഐ കമിൻ എന്ന് ചോദിച്ച് തട്ടിയിട്ടകത്തേക്ക് കയറേണ്ട കേടോ ഗതികേടോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അതാണ് ഇന്ന് മലയാളിക്കുള്ളത്. അപ്പൻ്റെയും അമ്മയുടെയും ഭാഗ്യമോ നിർഭാഗ്യമോ നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ഇര തേടി മാത്രം ഗുഹയിൽ നിന്ന് പുറത്തു വരും, പ്രാകൃത മനുഷ്യനെ പോലെ, ജീവികളെ പോലെ. എന്നിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വരും, ഇര വിഴുങ്ങും. ഞാൻ ഇന്നലെ ഒരു പിക്ചർ കണ്ടു. നമ്മുടെ പഴയ സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ, ചതുരത്തിലുള്ള സ്റ്റീൽ പാത്രം, നടുക്ക് ചോറിടുന്നത്, പിന്നെ കറി ഒഴിക്കാൻ ഓരോ സൈഡ് സാധനം ഉണ്ടല്ലോ. സെമിനാരിയിലൊക്കെ ഞങ്ങൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ. അതിൻ്റെ 2-3 ചെറിയ സാധനമുണ്ട്. അതിൻ്റെ സൈഡിലൊരു വലിയ കണ്ണമുണ്ട്. ഞാൻ കണ്ട ചിത്രം ഇതാണ്. അതിനകത്തൊക്കെ കറികളുണ്ട് 2-3. ഈ വലിയ കണ്ണത്തിനകത്ത് കൃത്യമായിട്ടൊരു ഫോൺ വെക്കാനുള്ള ഗ്യാപ്പുണ്ട്. ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിപ്പോയല്ലോ. അപ്പോൾ ഇര തേടി തീന്മേശയിലേക്ക് എത്തുകയും ഇര വിഴുങ്ങുകയും വീണ്ടും ഗുഹയിലേക്ക് മടങ്ങുകയും ചെയ്യും. ആരോടും ഒരു ബന്ധമില്ല. പിന്നെ വീണ്ടും ഇര തേടി അടുത്ത സമയത്തിറങ്ങും. ഗുഹാവാസികളായിരിക്കുന്നു. ഓരോ മുറിയും ഓരോ ഗുഹയാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മുടെ വീടുകൾ ഇപ്പോൾ വീടിൻ്റെ ചുവരുകളല്ല സ്നേഹിത, സ്നേഹം തണുത്തു പോകാത്ത വീട്. എൽക്കാനയിലേക്കൊന്ന് നോക്കൂ. എന്നെ കേൾക്കുന്ന പ്രിയ ഭർത്താവേ, ഈ പരിശുദ്ധ നോമ്പിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, അമ്മ, കുഞ്ഞുങ്ങൾ, ആ വീട്ടിൽ സ്നേഹം തണുത്തു പോകാതെ കനാവിലെ അവസാനത്തെ പന്തിയും തിബരിയാസിലെ 100ാമത്തെ പന്തിയും ഒന്ന് ധ്യാനിക്കുക. 2ാമത്തെ ചിന്ത, 2ാമത്തെ വീട്, പാറമേലടിസ്ഥാനമിട്ട വീടിനോട് നാം ബന്ധപ്പെടുത്തുമ്പോൾ ഈ പരിശുദ്ധ നോമ്പിൽ നമ്മുടെ മുൻപിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ജനാലകൾക്ക് മുമ്പിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം പരിചയപ്പെടേണ്ട 2ാമത്തെ വീട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ബുക്ക് ഓഫ് ഡാനിയേൽ, ചാപ്റ്റർ 6 വേഴ്സ് 10. 6-ാം അധ്യായം 10-ാം വാക്യമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാണ്: എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നിരുന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേദഭാഗമാണ്. 2ാമത്തെ വീട്, ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറന്ന വീട്. ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറന്ന വീട്, വിൻഡോസ്. നമ്മളിന്ന് ഒരുപാട് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അത് വീടിൻ്റെ ജനാലയെക്കുറിച്ചല്ല, മറ്റു കുറേ വിൻഡോസിനെ കുറിച്ചാണ്. ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറന്നു വിടുക. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ, ഇന്നലകളെ പോലെ ജനാലകൾ സ്വർഗീയ ജെറുസലേമിന് നേരെ, യെരൂശലേം ദേവാലയത്തിന് നേരെ ഒരു ഭക്തനെ യഹൂദൻ തുറന്ന് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, മരണ വാറണ്ട് ഒപ്പിട്ട നിമിഷം, മരണത്തിൻ്റെ കാഹളത്തൊലികൾ അകലെ മുഴങ്ങുന്ന നേരം ദാനിയേൽ എന്നൊരു ചെറുപ്പക്കാരൻ വീടിൻ്റെ വാതിലുകൾ അടയ്ക്കുകയും ജെറുസലേമിന് നേരെ ജാലകങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. നമ്മളാണെങ്കിൽ സ്റ്റക്കായി പോയിട്ട് നിമിഷമാണ്. നമുക്കറിയാം, നമ്മൾ ഒത്തിരി വിൻഡോസ് തുറന്നിട്ടിരിക്കുന്നു. ലാപ്ടോപ്പിൽ, മൊബൈൽ ഫോണിൽ ഒത്തിരി വിൻഡോസ് ഒരേ സമയം തുറന്നു കിടക്കുമ്പോഴാണ് ഹാങ് ആവുക. ഇന്ന് നമ്മൾ ഒത്തിരി വിൻഡോസ് തുറന്നിട്ടിരിക്കുകയാണ്.
അങ്ങനെയാണ് ചിലപ്പോൾ ഹാങ് ആവുക. ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഉത്തരത്തിൽ ഉത്തരം കണ്ടെത്തുകയാണ്. ഉത്തരമെന്ന വാക്ക് പുതിയ തലമുറയ്ക്ക് പരിചയം കാണില്ല, പഴമക്കാർക്ക് പരിചയം ഉണ്ടാവും. കോൺക്രീറ്റ് ഇട്ട വീടുകളിൽ ഉത്തരം എന്ന വാക്കിന് പ്രസക്തിയില്ല. പഴയ വീടിൻ്റെ ഉത്തരമില്ലേ? ജീവിതത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഉത്തരങ്ങളിൽ ഉത്തരം കണ്ടെത്തുന്ന ഒരു കാലം. ജീവിതം ഹാങ് ആകാണ്. ഒത്തിരി വിൻഡോസ് തുറന്നിട്ടിരിക്കുകയാണ്. എവിടെയാണ് എനിക്ക് അഭയം? എവിടെയാണ് എനിക്ക് രക്ഷ? എവിടെയാണ് എനിക്ക് വിടുതൽ? പല വഴി നോക്കിയിട്ട് ഒരു തുണ കാണാഞ്ഞ് നടക്കുകയാണ്. ഒത്തിരി വിൻഡോസ്. ഈ പരിശുദ്ധ നോമ്പിൽ തന്നെ ഒത്തിരി വിൻഡോസ് തുറന്നു കിടക്കുകയാണ്. ചില ദുശീലങ്ങളുടെ വിൻഡോസ് ഇപ്പോഴും തുറന്നു കിടക്കുന്നു. ചില വഴിവിട്ട ജീവിതങ്ങളുടെ ജാലകങ്ങൾ ഇപ്പോഴും തുറന്നു കിടക്കുന്നു. ചില വേർപാടിൻ്റെ അനുഭവങ്ങളിലേക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ആ വാതിൽ പൂർണ്ണമായിട്ടൊന്നും അടഞ്ഞിട്ടില്ല. പല വാതിലുകളും തുറന്നു കിടക്കുന്നു. പിന്നെ ഇവിടെ സ്വർഗീയ ജെറുസലേമിന് നേരെ വാതിൽ തുറക്കാൻ നമുക്ക് പറ്റും. ജീവിതം ഹാങ് ആകുന്നു. മൊബൈൽ അങ്ങനെ ഹാങ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? റിഫ്രഷാണ് ചെയ്യുക. ലാപ്ടോപ്പ് എന്താണ് ചെയ്യുക? റിഫ്രഷാണ് ചെയ്യുക. റിഫ്രഷ് ചെയ്യുന്നതിൻ്റെ കാലമല്ലേ നോമ്പ്? ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദാനിയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു ചിത്രം ഈ ചരിത്രത്തിൻ്റെ ഇപ്പുറത്തിരുന്ന് നമുക്കൊന്ന് നോക്കാം. ഹാങ് ആകേണ്ട നിമിഷമാണ്, ഹാങ് ആകാതെ ആ ജനാലകൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉയരത്തിലേക്ക് വാതിൽ തുറക്കാൻ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? ഈ പരിശുദ്ധ നോമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഉയരത്തിലേക്ക് നോക്കുമോ? മുട്ടിന്മേൽ എന്ന ചെറുപ്പക്കാരൻ. ജീവിതം ഇങ്ങനെ റിഫ്രഷ് ചെയ്യാൻ ഒക്കുന്നില്ല. ഏകനായി പോകുന്ന ദാനിയേൽ. നമ്മുടെ ജീവിതത്തിൽ ഈ ബന്ധങ്ങളുടെ ഒരു പുതിയ റിഫ്രഷ് ഒന്നും ഉണ്ടാവുന്നില്ല. നമുക്കറിയാമല്ലോ, പണ്ട് ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് 80% റിലേഷൻഷിപ്സും 20% മീഡിയയുമാണ്. പഴയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ 8 മക്കൾ അല്ലെങ്കിൽ 7 മക്കൾ, അപ്പനും അമ്മ, കെട്ടിക്കാത്ത 2 നാത്തൂന്മാർ, കെട്ടിച്ചു വിട്ടത് 2 എണ്ണം വേറെ, 2 പല്ല് പോയ ഒരു അപ്പച്ചൻ ആ വരാന്തയിൽ, 2 പല്ല് മാത്രമുള്ള ഒരു അമ്മച്ചി ഈ വരാന്തയിൽ, എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. നമ്മുടെ വീടിന് 4 വശവും വരാന്ത ഉണ്ടായിരുന്നു. പഴയ വീടുകൾ ഒത്തിരി റിലേഷൻഷിപ്സ് ആയിരുന്നു. ഇപ്പം നമ്മൾ വരാന്ത ഉണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലാണ് എഴുതി വച്ചിരിക്കുന്നത്, VARANDHA. വായിക്കുന്നവൻ വരണ്ട എന്നാണ് വായിക്കുന്നത്. ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവൻ വായിക്കുന്നത്. അപ്പോൾ ഒത്തിരി ബന്ധങ്ങളിലൂടെയാണ്. സ്വകാര്യത കുറവുണ്ടായിരുന്നുവെന്ന് പഴയ അമ്മച്ചിമാരൊക്കെ പറയും. ഞാൻ അച്ചായൻ്റെ മുഖം നേരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ ബന്ധങ്ങളിങ്ങനെ രൂപപ്പെടുത്തിയിരുന്നു. പങ്കുവയ്ക്കാൻ എവിടെയൊക്കെയോ ചിലയിടങ്ങളുണ്ടായിരുന്നു. മാധ്യമങ്ങളൊന്നുമില്ല. മീഡിയ എന്ന് പറയുന്നത് ഒന്നുമില്ല. ആലോചിച്ച് നോക്കിയാൽ പഴയ തലമുറയ്ക്ക് ആ വാൽവ് റേഡിയോയുടെ വാൽവ് ഇങ്ങനെ തിരിച്ച് പ്രാദേശിക വാർത്ത ട്യൂൺ ചെയ്ത ഒരു പഴയ കാലം ഉണ്ടായിരിക്കാം. കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ പെരപ്പുറത്ത് കയറി ആൻറ്റിനെ അച്ചായനെ കൊണ്ട് തിരിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ചിത്രഗീതം കേൾക്കാൻ തിരിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ ആളില്ല, അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാമായിരുന്നു. ഇപ്പം ക്ലിയറായോ എന്ന് പെരയുടെ മണ്ടയ്ക്കൊന്ന് വിളിച്ചു ചോദിക്കുകയും ഇനി പോരേന്ന് അച്ചായനെ മറുപടി വരുമ്പോഴത്തേക്കും ഇവിടെ ഭൂതല സംപ്രേഷണം അവസാനിക്കും, ഓവർ ടു ഡൽഹി ആകുകയും ചെയ്തു. പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊരു സിനിമ വന്നു ദൂരദർശനിൽ, വൈകുന്നേരം ഞായറാഴ്ച 4 മണിക്ക്. ആറ്റുനോറ്റിരുന്ന് കണ്ടു. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് എന്തെങ്കിലും വാരികകൾ, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ വീട്ടച്ചടക്കവും നാട്ടച്ചടക്കവും ഒക്കെ ബന്ധങ്ങളിൽ നിന്ന് പഠിച്ചിരുന്നു. ഇപ്പോൾ 90% മീഡിയയും 10% റിലേഷൻഷിപ്സുമാണ്. ദൈവം സഹായിച്ചു പിള്ളേർ 1 ഉള്ളൂ, 1.25. അപ്പോൾ പല്ല് പോയതും 2 പല്ലുള്ള ഐറ്റം ഒന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല, നമ്മുടെ വീട്ടിലില്ല. വരാന്തകളില്ല, 4 വാതിലുകളില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഗുഹകളായി മാറിയിരിക്കുന്നു. 2-3 പേർ മാത്രമുള്ള വീടുകൾ, 2 പോക്കറ്റിലും മൊബൈലാണ്. ഇരട്ട പിള്ളേരെ മുല കുടിപ്പിക്കുന്ന പോലെ വൈകിട്ട് അച്ചായം വന്ന് കയറുന്നത് തന്നെ ഇത് 2 ബോർഡും ചെവി വെച്ചുകൊണ്ടാണ്. പ്രൈം ടൈമൊക്കെ കമ്പോളം കൊണ്ടുപോയിരിക്കുന്നു, മാർക്കറ്റ് കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മീഡിയയാണ് നമ്മളെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പുതിയൊരു തലമുറ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അവർ തീരുമാനിക്കുക, കുടുംബത്തേക്കാൾ വലുതാണ് കരിയർ എന്ന് തീരുമാനിക്കുകയും കുടുംബം ഒരു സെക്കൻഡറി ആയി മാറുകയും ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം അഭിവന്യ തിരുമേനിയായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ തിരുമേനി പറയുകയായിരുന്നു, ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും കാവൽപ്പുരകൾ വീടുകളാണ്. അത് പള്ളികളോ സഭയോ പിതാക്കന്മാരോ പട്ടക്കാരോ ഒക്കെയാണ് എന്ന് പറയുന്നതിനപ്പുറം ഒരു തലമുറ അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊടുക്കുന്ന പ്രാർത്ഥനാ പായകളാണ് ബലിപീഠങ്ങൾ. വീട്ടിൽ വിരിച്ച പ്രാർത്ഥനാ പായകൾ തന്നെയാണ്. 2 നേരത്തെ പ്രാർത്ഥന എങ്കിലും ഉണ്ടായിരുന്നു, അതും പോയിരിക്കുന്നു. അപ്പോൾ ഈ അനുഷ്ഠാനങ്ങളെ കൈമാറുന്ന കാവൽപ്പുരകൾ വീടുകളായിരുന്നെങ്കിൽ അത് മാറിപ്പോയി. അടുത്ത തലമുറ രക്ഷപ്പെടണമെങ്കിൽ
വീടുകൾ അനുഷ്ഠാനങ്ങളുടെ കാവൽപ്പുരകളായി മാറണം. ജാലകങ്ങൾ തുറക്കുമോ? രണ്ടാമത്തെ വീടതാണ്. നോമ്പിൻ്റെ ജാലകങ്ങൾ തുറക്കുമോ? അനുഷ്ഠാനങ്ങളുടെ ജാലകങ്ങൾ തുറക്കുമോ? കുമ്പിടിയിലിൻ്റെ ജാലകങ്ങൾ തുറക്കുമോ? വിശ്വാസത്തിൻ്റെ പുത്തൻ വാതായനങ്ങൾ തുറന്നു പിടിക്കുമോ? ഓരോ പിതാവിനോടും ഓരോ മാതാവിനോടുമുള്ളൊരു ചോദ്യമാണ്. മാധ്യമങ്ങൾ വീട് ഭരിക്കുന്ന കാലത്ത് ആത്മീക മൂല്യങ്ങൾ വീട് ഭരിക്കുന്ന ഒരിടമായി മാറട്ടെ. പുറപ്പാട് 17-ാം അധ്യായത്തിൽ ഉയർന്നു നിൽക്കുന്ന 2 കരങ്ങളുണ്ട്, മോശയുടെ കരങ്ങൾ. ആ കരങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ താഴെ അമാലേക്യരുമായിട്ടുള്ള യുദ്ധം ഇസ്രായേൽ ജയിക്കുക. എപ്പോഴാ വയോവൃദ്ധൻ്റെ കരങ്ങൾ താഴുന്നുവോ താഴ്വരയിൽ ആ യുദ്ധത്തിൽ ചോര വീഴുക ഇസ്രായേൽ മക്കളുടെ. എന്താണിത്? ആ പർവ്വതം, അവിടെ ഒരു ടെലിപ്പതിക് റിലേഷൻ നാം അറിയാതെ ഒരു നൂൽ വലിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. താഴ്വരയിലെ ഇസ്രായേൽ മക്കളുടെ യുദ്ധവിജയത്തിൻ്റെ മുൻപിൽ ഒരു പടുകളവൻ്റെ ചുക്കിച്ചുളിഞ്ഞ കരങ്ങൾ ഉയർന്നു നിൽക്കുന്നതിന് എന്തു പ്രാധാന്യം! എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, ഓരോ വീടും മോശയിരുന്ന പർവ്വതമാണ്. ഓരോ അപ്പനും മോശയാണ്, ഓരോ അമ്മയും മോശയാണ്. നമ്മുടെ വീടിൻ്റെ ജാലകങ്ങൾ സ്വർഗത്തിന് നേരെ തുറന്ന് അപ്പൻ്റെ കരങ്ങൾ ഉയർന്നിരിക്കുന്നിടത്ത്, അമ്മയുടെ കരങ്ങൾ മലർത്തിപ്പിടിക്കുന്നിടത്ത് മക്കൾ ഈ ലോകമെന്ന അമാലേക്കിൻ്റെ ഇരുട്ടിനോട് ജയിക്കും. ബാംഗ്ലൂരോ കോയമ്പത്തൂരോ ഡൽഹിയോ ബോംബെയിലോ എവിടെയോ നമ്മുടെ കുഞ്ഞു പഠിക്കട്ടെ, നുരഞ്ഞു പോകുന്ന ഗ്ലാസ് എടുത്ത് ചുണ്ടോടടുപ്പിക്കുമ്പോൾ കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് എൻ്റെ അമ്മ എറിഞ്ഞാൽ എൻ്റെ അപ്പ എറിഞ്ഞാൽ സങ്കടപ്പെടുമെന്നൊരു വീണ്ടും വിചാരത്തിൻ്റെ ഒരനുഭവം. ഇഷ്ടമില്ലാത്ത ചേരാത്തൊരു ബന്ധത്തിലേക്ക് മാമോദീസ വെള്ളം വീണ എൻ്റെ പെൺകുഞ്ഞെ, നിൻ്റെ നെറുകയിലെ പരിശുദ്ധ ശ്ലീബായുടെ മുദ്ര വിട്ടിട്ട് ഇതൊന്നും വേണ്ടാത്തൊരു ബന്ധത്തിലേക്ക് നീ ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എൻ്റെ ക്രിസ്തീയ അന്തസ്സ് നഷ്ടപ്പെടുമെന്നുള്ളൊരു തിരിച്ചറിവ് പ്രണയത്തിനും പരിണയത്തിനും ഇടയ്ക്ക് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ വീട്ടിലെ അപ്പൻ്റെ കരങ്ങൾ ഉയർന്നിരിക്കണം, വീട്ടിലെ അമ്മയുടെ കരങ്ങൾ ഉയർന്നിരിക്കണം. ആ കരങ്ങൾ താഴുന്നിടത്ത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി വീടുകളുടെ സ്പിരിച്വൽ ടൈം നഷ്ടപ്പെട്ടു എന്നാണ്. ലാക്ക് ഓഫ് സ്പിരിച്വൽ ടൈം. ഡൊമസ്റ്റിക് സ്പിരിച്വൽ ഡാർക്ക്നെസ് എന്നൊരു പദം ഞാൻ ഉപയോഗിച്ചോട്ടെ. ഡൊമസ്റ്റിക് സ്പിരിച്വൽ ഡാർക്ക്നെസ്, അതിൻ്റെ മലയാളം എങ്ങനെ വേണമെങ്കിലും എന്നെ കേൾക്കുന്നവർക്ക് പൂരിപ്പിക്കാം. ആത്മീകതയുടെ ഗാർഹിക ഇരുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു പ്രതിസന്ധി കരങ്ങൾ താഴുമോ? അമ്മമാരുടെ എബ്രഹാം ലിങ്കണോട് അദ്ദേഹം അമേരിക്കയുടെ പ്രധാന സ്ഥാനത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം പറയുന്ന ഒരു മനോഹരമായ മറുപടിയുണ്ട്: വാട്ട് എവർ ഈസ് ഗുഡ് ഇൻ മീ, മൈ വോട്ട് ടു മൈ മദർ. എൻ്റെ അമ്മയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. ജാലകങ്ങൾ തുറന്നിടുക സ്വർഗീയ യെരൂശലേമിന് നേരെ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസ് 22:14 ഒരു വാക്കുണ്ട്, സമയമായപ്പോൾ. ആ വാക്കിന് അച്ചടക്കം എന്ന ഭാവത്തിൻ്റെ ഡിസിപ്ലിൻ, സമയമായപ്പോൾ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആരാധനയുടെ സമയം മുൻപേ ചെയ്തു വന്നതുപോലെ എന്നാണ് ദാനിയേലിൻ്റെ വാക്കുകൾ, ദാനിയേലിനെ കുറിച്ചുള്ള വാക്കുകൾ. ഈ അച്ചടക്കത്തിൻ്റെ ഭാവം തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് ജനറ്റിക് ട്രാൻസ്മിഷൻ ഓഫ് സ്പിരിച്വൽ വാല്യൂസ് എന്ന് വേണേൽ പറയാം. ആത്മീക മൂല്യങ്ങളുടെ ജനിതകപരമായ കൈമാറ്റം ഉണ്ടാകുമ്പോഴാണ് ഒരു വീട് രക്ഷപ്പെടുക. പാറമേലടിസ്ഥാനമിടുന്ന വീട്. 1, സ്നേഹം തണുത്തു പോകാത്ത വീട്. 2, ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറക്കുന്ന വീട്. ഇങ്ങനെ തുറക്കുമോ? ഒരു കൃത്യതയുടെ, ആരാധനയുടെ കൃത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം ഏറ്റവും നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്ന സാധനം കുടുംബ പ്രാർത്ഥനയാണ്. പല്ല് തേക്കണ സമയം എഡിറ്റ് ചെയ്യത്തില്ല, കുളിക്കുന്ന സമയം എഡിറ്റ് ചെയ്യത്തില്ല, ഭക്ഷണ കാര്യത്തിൽ എഡിറ്റ് ചെയ്യത്തില്ല. ഏറ്റവും നല്ല എഡിറ്റേഴ്സ് നമ്മൾ പ്രാർത്ഥന കാര്യത്തിലാണ്. നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ നമുക്കറിയാം. സുറിയാന സഭയുടെ പിതാക്കന്മാരൊന്നും എഡിറ്റേഴ്സ് ആയിരുന്നില്ല. അവരൊക്കെ ഒന്നാന്തരം ഇത് ചിട്ടപ്പെടുത്തിയവരാണ്. അവരുടെ പ്രാർത്ഥനകളെ നാം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റേതായ ഒത്തിരി എഡിഷൻസ് ഉണ്ട് ഇപ്പം നമുക്ക് എല്ലാ പ്രാർത്ഥനകൾക്കും. പാമ്പാക്കൂടെ തന്നെ നമ്മൾ 4-5 തരത്തിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നോമ്പിൻ്റെ പ്രാർത്ഥനകൾ പലതരത്തിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുർബാനയുടെ പരസ്യ ആരാധനയുടെ സമയത്തെ നമുക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയാം, നമ്മുടെ സൗകര്യത്തിന്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടിങ്ങനെ ഒത്തിരി ക്ഷീണമുള്ളപ്പോൾ നമ്മൾ അതും താത്ത് വെച്ചിട്ട്, നാഥാ നീ എല്ലാം അറിയുന്നു, ഞാനിതാ അറിയുന്നു, ഒറ്റ വാചകം, എല്ലാം തമ്പുരാൻ അറിയാം, കടക്കയിലേക്ക് പോവല്ലേ. ജാലകങ്ങൾ സ്വർഗത്തേക്ക് തുറക്കുമോ? ഹാങ്ങാകാതെ ഇരിക്കണ്ടേ? പെട്ടെന്ന് വഴിമുട്ടിപ്പോകുന്ന ജീവിതങ്ങൾ. മൂന്നാമത്തെ വീട്, സ്നേഹം തണുത്തു പോകാത്ത വീട്, ജാലകങ്ങൾ ഉയരത്തിലേക്ക് തുറന്ന വീട്. മൂന്നാമത്തെ വീട്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വീടിനെ കുറിച്ച് പറയുമ്പോൾ ആ നിലാവ് വീണ് കിടക്കുന്ന ആ വീടിനെ കുറിച്ച് എങ്ങനെയാണ് പറയാതിരിക്കുക? മരയാശാരിയുടെ ഓണം കയറാമൂലയിലുള്ളൊരു വീട്, നസറേത്തിലെ വീട്. ആ വീടിന് ഞാൻ ഇന്ന് രാത്രി ഒരു പേര് വിളിക്കുകയാണ്, മുറിവുകളിൽ മധുരം കണ്ടെത്തിയ വീട്. മുറിവുകളിൽ മധുരം കണ്ടെത്തിയ വീട്. ഒരു 200 മൈലിലധികം അവർ സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. ഒരു പുസ്തകവും എഴുതിയിട്ടില്ല, ഒരു സർട്ടിഫിക്കറ്റും അവരുടെ അലമാരയിലില്ല, ഒരു ഫാമിലി ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ആ വീടിൻ്റെ ചുവരിൽ ആ വീട്ടുപേര് കാലം എഴുതി വെച്ചു. നമ്മൾ എഴുതി വെച്ചതല്ല, ഹോളി ഫാമിലി. നമ്മുടെ വീട്ടിൻ്റെ ചുവരിൽ നമ്മൾ എഴുതി വെക്കുന്നുണ്ട് ബത്സൈദ, കരുണയുടെ ഭവനം. ഒരു കരുണയില്ല ഇത് ഇവിടെ താമസിക്കുന്നത്, അല്ലേ? അല്ലെ, നമ്മുടെ വീടിൻ്റെ ചുവരിൽ നമ്മൾ എഴുതി വെക്കുന്നു താബോർ, രൂപാന്തരത്തിൻ്റെ ഭവനം. എന്നാ രൂപാന്തര? അല്ലെ, ബഥേൽ, ദൈവത്തെ കണ്ടെത്തേണ്ട ഇടമാണ്. അങ്ങനെ ഒത്തിരി വീട്ടുപേര് നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്, ചുമ്മാതെയാണ്, ഒക്കെ കളിപ്പീരാണ്. പക്ഷേ കാലം ആ മരയാശാരിയുടെ ഓണം കയറാമൂലയുള്ള വീടിൻ്റെ ചുവരിൽ ഒരു നെയിം പ്ലേറ്റ് തൂക്കിയിരിക്കുന്നു, ഹോളി ഫാമിലി, തിരുക്കുടുംബം. ആ വീട്ടിലൊരമ്മ പറഞ്ഞില്ലേ, മുറിവുകളുടെ മധ്യേ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അതൊരു ഫ്യൂച്ചർ ടെൻസ് അല്ലേ? ജീവിതത്തിൽ കണ്ണീര് ഇങ്ങനെ നൂലുപോലെ മഴ പെയ്യുകയാണ്. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പറയുക സകല തലമുറകളും. മലയാളത്തിൽ ഈറൻ നിലാവെന്ന് പറയുന്ന ഒരു കാവ്യ ബിംബമുണ്ട്, ഒരു പൊയറ്റിക് ഇമേജറി ഉണ്ട്. എന്താണ് ഈറൻ നിലാവ്? പൂർണ്ണ ചന്ദ്രൻ, പൗർണമിയുള്ള ദിവസം, നല്ല വെട്ടം നിലാവ്, മഞ്ഞു പെയ്യുന്ന കാഴ്ച, അല്ലെങ്കിൽ വെള്ളിനൂല് പോലെ മഴ പെയ്യുന്ന കാഴ്ച. സിറ്റ് ഔട്ടിലിരുന്ന് അതിങ്ങനെയൊന്ന് കാണണം, അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് അതൊന്ന് കാണണം. ഈ പൗർണമി വട്ടത്ത് മഞ്ഞ് ഇങ്ങനെ വെള്ളിനൂല് പോലെ പെയ്യുന്നൊരു കാഴ്ചയുണ്ട്. ഇതാണ് ഈറൻ നിലാവ് എന്ന് പറഞ്ഞാൽ, കണ്ണുനീര് പെയ്യവേ പിന്നിൽ നിലാവ് പോലെ തെളിഞ്ഞു നിൽക്കുക. നമുക്കിങ്ങനെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ 270% മനോരോഗികളുടെ എണ്ണം വർദ്ധിച്ചത്. എന്തോരം ടെൻഷനാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസസ് വർദ്ധിച്ചു വരുന്നു, ആദിവ്യാധിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഭാരങ്ങളുടെ മധ്യേ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഷാദം മനുഷ്യൻ്റെ സ്ഥായീഭാവമാകുന്നു. ചിരിക്കുന്ന മനുഷ്യരെ നാം കാണുന്നില്ല, അല്ലേ? നല്ല പദങ്ങൾ പോലും ഒരു ഉപചാരവാക്കുകളിൽ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന മലയാളിയാണ്. ഇങ്ങ് ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ എന്തോ അച്ഛാ അച്ഛാ എന്ന് പറയുന്ന ആ വാക്കിനകത്ത്, അല്ലേ, ഒരു പ്രസന്നഭാവമുണ്ട്. ആര്യഭാഷകളിലും ദ്രാവിഡ ഭാഷകളിലും എല്ലാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുമാന പദങ്ങളുള്ളത് ഉറുദുവിനാണ്. എല്ലാ ഭാഷയ്ക്കുമുണ്ട്, എന്നാൽ നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കുറച്ച് ബഹുമാന പദങ്ങളുള്ളത് മലയാളത്തിനാണ്. ഏറ്റവും കുറച്ച് മലയാള പദങ്ങൾ. ഒരു ഗുണം കൂടിയുണ്ട്, മലയാളത്തിലെ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് തെറിവാക്കുകളുള്ളതും മലയാളത്തിലാണ്. അങ്ങനെയുണ്ട്, ഒരു മെറിറ്റും കൂടിയുണ്ട്. എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നാണ് പറയുക. ഉപചാരവാക്കുകളിൽ പോലും വിഷാദമാണ്. കോട്ടയത്തെ ചെന്നിട്ട് എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ നല്ല വിശേഷമെന്ന് പറയുന്നവരുണ്ട്. കുറച്ചൊന്ന് മാറിയാൽ അതുമില്ല. ഉപചാരവാക്കുകളിൽ പോലും വിഷാദം സൂക്ഷിക്കുന്ന ഒരു സമൂഹം എനിക്കറിയില്ല ലോകത്ത് വേറെ ഉണ്ടോയെന്ന്. ഒത്തിരി യാത്ര ചെയ്യുന്ന പിതാക്കന്മാരിവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാൻ പാടില്ല. വിഷാദം മനുഷ്യൻ്റെ സ്ഥായീഭാവമായി മാറുമ്പോൾ മുറിവുകളിൽ നിന്ന് മധുരമല്ല മരണമാണ് നാം വിലയ്ക്ക് വാങ്ങുന്നത്. മുറിവുകളിൽ മധുരം കണ്ടെത്തുന്നു. ഒരാൾ ചിരിക്കുമ്പോൾ 14 മാംസപേശികളാണ് മുഖത്തനങ്ങുന്നതെന്നാണ് പറയുക. ഒരാൾ ക്ഷോഭിക്കുമ്പോൾ 64 മാംസപേശികളാണ്. നമ്മൾ ഇത്രയും നമുക്ക് ഭാരം വരാൻ കാരണം എത്ര ഇരട്ടി സ്ട്രെയിനാണ്.
പ്രാർത്ഥനയിലൂടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക, സംസാരത്തിലൂടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക, ചിന്തകളിലൂടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക എന്നൊക്കെ പല കൗൺസിലേഴ്സിൻ്റെയും മുറിയിൽ എഴുതി വച്ചിട്ടുണ്ട്. റിട്ടേൺ ടു റിച്വൽസ്, അനുഷ്ഠാനങ്ങളിലേക്ക് മടങ്ങുക. ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത മോക്ഷ്യത്തെ അശുഭ. ജ്ഞാനത്തെ കാര്യകാരണ സഹിതം ആചാരങ്ങളെ സ്വീകരിക്കുക, അത് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അനുഷ്ഠാനങ്ങളെ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടതൊക്കെ തന്നെ ഈ നോമ്പിലൊന്ന് സമീപിക്കുന്നത് നല്ലതായിരിക്കും. റിട്ടേൺ ടു റിച്വൽസ്, അനുഷ്ഠാനങ്ങളിലേക്ക് മടങ്ങുക. ഇയ്യോബിൻ്റെ വീട്ടിൽ മുറിവുണ്ടായപ്പോൾ 2 തട്ടിലായി വീട്. ഭാര്യ വേറെ തട്ട്, ഭർത്താവ് വേറെ തട്ട്, അല്ലേ? പോയി ചത്തൂടെ എന്നാണ് ചോദിക്കുന്നത് ആ പുള്ളിക്കാർ. പോയി ചത്തൂടെ മനുഷ്യ. അത് പിന്നെ ഇത്തിരി ഭംഗിയായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ എഴുതുക. വീട് കൂടെ നിൽക്കാതിരിക്കുക. എൽക്കാനയുടെ വീട്ടിൽ ഹന്നയുടെ കൂടെ വീട് നിന്നു എന്നുള്ളതാണ്. ഇയ്യോബിൻ്റെ വീട്ടിൽ കൂടെ നിന്നില്ല. വീട് കൂടെ നിന്നില്ലെങ്കിൽ ഒരാൾ സങ്കടപ്പെടുന്നതോളം ആഴത്തിൽ ചരിത്രത്തിലൊന്നുമില്ല. വലിയ മനുഷ്യരൊക്കെ, ടോൾസ്റ്റോയൊക്കെ അവസാനം മൃതശരീരം കണ്ടെത്തുന്നത് വീട്ടിൽ നിന്ന് ഏതാണ്ട് 80 കിലോമീറ്റർ അകലെയുള്ള അപ്പോസ്റ്റോ സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ ഒരു വെളുപ്പിന് ആ ട്രാക്കിൻ്റെ അടുത്ത് മഞ്ഞ് മൂടിക്കിടക്കണം. വയസ്സ് 80 ഉണ്ടെന്ന് ഓർക്കണം. തലേന്ന് സന്ധ്യയ്ക്ക് പുള്ളിക്കാരുടെ വഴക്കിട്ടിട്ട് വീട് വിട്ടിറങ്ങിയതാണ്. ഇത്രയും വലിയ ഒരു മനുഷ്യന്, 80ഓളം വയസ്സുള്ള ഒരു മനുഷ്യന് രാത്രി വീട് വിട്ടിറങ്ങി കടുത്ത ശൈത്യകാലത്ത് ആ മൃതശരീരം മഞ്ഞിൽ പൊതിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെ ജോലിക്കാരാണ് കണ്ടെത്തുന്നത്. വലിയ കഥകൾ എഴുതിയ മനുഷ്യനാണ്. ഒത്തിരി പേരുണ്ട്. വീട് കൂടെ നിൽക്കുമോ? മുറിവുകളിൽ മധുരം കണ്ടെത്തിയ ഒരു വീട്ടിലേക്ക് നമുക്കൊന്നിങ്ങനെ നോക്കുമ്പോൾ, നസറേത്തിലെ വീട്, ഒരു വീട്ടിലുണ്ടാകേണ്ടത് 3 ടേബിളാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ടേബിൾ ഒത്തിരി ഉണ്ട്. ഡൈനിങ് ടേബിൾ, ഡിസ്കഷൻ ടേബിൾ ആൻഡ് ഡിവൈൻ ടേബിൾ. ടേബിൾ എന്ന് പറഞ്ഞാൽ മേശയെന്ന് മാത്രമല്ലല്ലോ, ക്രമം എന്നുകൂടെ അർത്ഥമില്ലേ? ക്രമം, ടൈം ടേബിൾ. ഡിവൈൻ ടേബിൾ, ആത്മീയതയുടെ ഒരു ക്രമം. ഡൈനിങ് ടേബിൾ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, ഒരുമിച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഡിസ്കഷൻ ടേബിൾ. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് എഴുതിയത്, കണ്ണു പാടില്ല കാന്തന്, എങ്കിൽ ദാമ്പത്യം കാന്തമായിടാം, ഇല്ലെങ്കിൽ കൂന്തമായിടാം. ഇയ്യോബിൻ്റെ വീട്ടിൽ കൂന്തമായി, എൽക്കാനയുടെ വീട്ടിൽ കാന്തമായി. കണ്ണു പാടില്ല കാന്തന്, എങ്കിൽ ദാമ്പത്യം കാന്തമായിടാം. ചുമ്മാ ചിലത് വിട്ടുകള. നമ്മുടെ ജീവിതം അളക്കപ്പെടുന്നവരും അങ്ങനെയാണ്. ഹൗ ഗ്രേസ്ഫുള്ളി യു ലീവ്. ചിലതൊക്കെ ചുമ്മാ വിട്ടുകളഞ്ഞു, ചുമ്മാ ഇങ്ങനെ ബലം പിടിക്കാതെ. ഹൗ ജെന്റ്ലി യു ലീവ്. എത്ര മാന്യമായിട്ട് നമ്മൾ വിട്ടുകളഞ്ഞു ചിലത്. കാന്തമാകുമോ കുന്തമാകുമോ? നഷ്ടങ്ങളും പരിദേവനങ്ങളും മാത്രം കൂട്ടാകുന്ന ആധുനിക വീടുകളിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഉപകരണങ്ങളിൽ പുത്തൻ ജീവിതത്തിൻ്റെ വസന്തങ്ങൾ, മേച്ചൽപ്പുറങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മുറിവുകളുടെ മധ്യേ മധുരം കണ്ടെത്തുന്നൊരു ദൈവാഭിമുഖ്യം. ഇന്ന് വലിയ വീടുകളും ചിരിക്കാത്ത മനുഷ്യരുമാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പ് ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യരുടെ ലിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ലിസ്റ്റൊന്ന് കണ്ടപ്പോൾ ഓരോ ഭൂഖണ്ഡങ്ങൾ തിരിച്ചുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഏഷ്യയിൽ നമ്മൾ തന്നെ സ്വച്ഛ് ഭാരത് ആയിരിക്കും, അല്ലേ? അപ്പം നോക്കിയപ്പോൾ അല്ല, ഇസ്രായേലാണ്. അപ്പോൾ നമുക്ക് എത്ര സ്ഥാനമാണെന്നറിയാൻ എനിക്ക് കൗതുകം ഉണ്ടായപ്പോൾ 118-ാം സ്ഥാനം. ലോകത്ത് സന്തോഷം അനുഭവിക്കുന്നവരുടെ പ്രയോറിറ്റി ലിസ്റ്റാണ്. ന്യൂക്ലിയർ വെപ്പൺസും ആണവായുധങ്ങളും ജൈവായുധങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഒന്നിനൊരു കുറവില്ല. ജീവിതം ഇങ്ങനെയാണ്. അതുകൊണ്ട് യെശയ്യാവ് 38 പറയുന്നത് പോലെ ജീവിതം എന്ന കട്ടിലിനരികെ, ഹിസ്കിയാവിൻ്റെ കാര്യമാണ് പ്രവാചകൻ നിൽക്കുന്നുണ്ട്. ഗൃഹകാര്യം ക്രമത്തിലാക്കുക. നാട് ഭരിക്കുന്ന ഹിസ്കിയാവെ, നാടുഭരണമൊക്കെ അസലായിട്ടുണ്ട്. യഹൂദയുടെ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനും പ്രതാപവാനും തന്നെ ഹിസ്കിയാവ്. ഓക്കെ, ഒരു കുഴപ്പമില്ല. നിന്റെ ഗൃഹകാര്യം, ഘർ വാപ്പസി, വീട്ടിലേക്ക് മടങ്ങുക. ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. പാറമേൽ അടിസ്ഥാനമിടുന്ന വീടുകൾ, ഈ പരിശുദ്ധ നോമ്പിൽ നമ്മുടെ വീട്ടിനകത്തിരുന്ന് വീട്ടകങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. 1, സ്നേഹം തണുതു പോകാത്ത വീട്. പഴകും തോറും
നമ്മുടെ വീടുകളുടെ സ്നേഹം പിന്നെയും പിന്നെയും തണുത്ത ഇഷ്ടങ്ങളായി മാത്രം മാറിപ്പോയി. ജാലകങ്ങൾ ഉയരങ്ങളിലേക്ക് തുറക്കുന്ന വീട്. പ്രതിസന്ധികളെ ജയിക്കുകയാണ് ദാനിയേൽ. ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. തുറക്കുമോ അനുഷ്ഠാനങ്ങളുടെ വാതിൽ, വിശ്വാസത്തിൻ്റെ വാതിൽ, ആരാധനയുടെ വാതിൽ. 3, ജീവിതത്തിൻ്റെ മുറിവുകളിൽ മണവാട്ടിയുടെ കിനാവുകളിലേക്ക് കുടുംബജീവിതം ആരംഭിച്ച ഒരു ദമ്പതികളുടെ ജീവിതത്തിലേക്ക് ഉടയതമ്പുരാൻ തീക്കനൽ കോരിയിടുക. ജോസഫും മറിയയും ആ വീട്ടിലേക്കാണ്. ആ മുറിവുകളുടെ മധ്യേ നാളെ എനിക്ക് ഭാഗ്യം ഉണ്ടാവും. നാളെ ഒരു മധുരമുണ്ടാകും. അതാണ് ഒരു സ്ത്രീയുടെ പ്രത്യേകത. അത് തന്നെയാണ്. ഒരു വീടിൻ്റെ AC അല്ലേ സ്ത്രീ. ഇവിടെ ഒരു സ്ത്രീ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. എങ്കിലും ഓൺലൈനിൽ തന്നെ ഒത്തിരി പേര് കേൾക്കുന്നു. ഒരു കൊച്ചമ്മ മാത്രമേ ഇരിപ്പുള്ളൂ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. നീറുന്ന മനസ്സിനെ ഒരു പുഞ്ചിരി കൊണ്ട് ചന്ദനം ചാർത്തുന്നവളാണ്. എത്ര മനോഹരമാണ് ആ വരി. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. ബാക്കി പാടിയാൽ ഞാനിവിടെ ഇപ്പോൾ പോകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം നിർത്തുക. വീടുകൾക്ക് 3 ഭാവങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തകൾ നമ്മുടെ വീട്ടകങ്ങളിലേക്ക് കുറച്ചുകൂടെ മടങ്ങാനിടയാകട്ടെ. എന്നെ കേട്ടിരുന്ന എല്ലാവരോടും ഈ വൈദിക സംഘത്തിൻ്റെ, വൈദിക മിഷൻ്റെ ഈ സന്ധ്യാ ശുശ്രൂഷയിൽ എന്നെ നിർത്തിയ ദൈവകൃപയ്ക്ക് ഏറെ ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വന്ദന അഭിവന്യ ദിമിത്രിയോസ് തിരുമേനിയോട്, ചുമതലപ്പെട്ടവരോട്, എല്ലാവരോടും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.